പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് പിന്നെ നിധിമോക്കും കൂടെ ഒന്ന് പാസ്പോർട്ട് എടുക്കാന്ന് വിചാരിച്ചു. എന്നുവെച്ചാല് ഞങ്ങള് 3 പേരെ ഇക്ക ദുബായിക്ക് പോകുമ്പോ കൊണ്ടുപോകും. അതാണ് അതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായി? ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 1-2 ദിവസത്തെ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള വീഡിയോ ആണ്. ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഇന്നത്തെ, ഇനിയിപ്പം കുറച്ച് ഇന്നലത്തെ, അങ്ങനെ 2 ദിവസത്തെ കാര്യങ്ങൾ ചേർത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കാസർഗോഡ് വീട്ടിലാണുള്ളത്. രാവിലെ എണീറ്റ് വിൽക്കാതെ ഇന്ന് ബസ്സിൽ പോകേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ചായ വെക്കുന്നതാണ്. പിന്നെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട്. മക്കൾ 2 പേരും എണീറ്റിട്ടില്ല, നല്ല ഉറക്കമാണ്. കുറച്ച് ലേറ്റ് ആയിരുന്നില്ല കിടന്നുറങ്ങിയപ്പം. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ താമസിച്ചിട്ടായിരിക്കും എഴുന്നേൽക്കുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു ചായ ആറ്റുന്ന സംഭവം കണ്ടപ്പോൾ, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പണ്ടത്തെ വീഡിയോസൊക്കെ ഓർമ്മ വന്നു. കാരണം നമ്മുടെ ഇവിടെ വെച്ചിട്ടുള്ള പണ്ടത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിലൊക്കെ ഒരിക്കലും മിസ്സാവാത്തൊരു ക്ലിപ്പിങ്സാണ് ഇത്. ശരിക്കും ഉണ്ടല്ലോ, എൻ്റെ ഫോണിൽ നിന്ന് കുറേ പണ്ടത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ 2 പ്രാവശ്യം ഈ ഗ്രീൻ സ്ക്രീനിങ് ഇഷ്യൂ വന്നായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യം വന്നപ്പോഴും കുറേ ഫോട്ടോസ് വീഡിയോസും എല്ലാം പോയായിരുന്നു. പിന്നെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോയും റീലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടില്ല. ഇനി ഇൻ കേസ് അങ്ങനത്തെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതിൽ കയറി നോക്കാമല്ലോ, ആ ഒരു ആശ്വാസമുണ്ട്. ഇപ്പോൾ ഈയിടെ ഞാനിങ്ങനെ പണ്ടത്തെ വീഡിയോസൊക്കെ എടുത്ത് കാണാറുണ്ട്. നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്നപ്പോൾ മഞ്ചുക്കൽ വീട്ടിലത്തേത്, അതിൽ ഈ വീട്ടിൽ, പിന്നെ മെയിനായിട്ടും കാണുന്നത് ദുബായിലുണ്ടായിരുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇങ്ങനെ ഓർക്കായിരുന്നു, ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിടുന്നതുകൊണ്ട് അത് അവിടെ കിടന്നോളുമല്ലോ, ഏത് കാലത്ത് നമുക്ക് വേണമെങ്കിൽ കാണാമല്ലോ. അങ്ങനെ ഒരു സംഭവം ഞാനിങ്ങനെ ഓർക്കായിരുന്നു. ബാക്കി എല്ലാ ഫോട്ടോസും പോയിട്ട് എൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ഇക്കാടെ ഫോണിൽ ദുബായിലുണ്ടായിരുന്നപ്പോഴുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഡേയിലേക്ക് ഷെയർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം വേറെ ഒന്നിലും ഞാൻ സേവ് ആക്കിയിട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 2 പ്രാവശ്യം ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ അപ്പോൾ ലാപ്പിലേക്ക് കയറ്റിയിടാറുണ്ട്. അപ്പോൾ ഇതേ ഈ കാണൽ ഒരുങ്ങുന്നുണ്ട് പോകാൻ ഇറങ്ങിയിട്ടോ. അപ്പോഴേക്കും 2 പേരും എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു, കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ എഴുന്നേറ്റ ഉടനെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ബെഡ്ഷീറ്റ് വിരിച്ചിടുക എന്നുള്ളത്. ഇപ്പോൾ 2 പേരും എഴുന്നേക്കാത്തതുകൊണ്ട് ഞാനത് കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ പിന്നെ റൂമിൽ പോയി മൊത്തം അലങ്കോലമായിട്ട് കിടക്കായിരുന്നു. ഇതിപ്പോൾ അവൾക്ക് തൊട്ടി കിട്ടിയേക്കുന്നതാണ്. ഇവൾ ഈ തൊട്ടിയിൽ നിന്ന് ചിലപ്പം സൗണ്ടൊന്നും എഴുന്നേൽക്കുമ്പോഴത്തേക്കും കരയൊന്നുമില്ല, സൗണ്ടൊന്നും കേൾപ്പിക്കാതെ ചിലപ്പോൾ താഴത്തേക്ക് ചാടും. അപ്പോൾ അതുകൊണ്ട് അത്രയും താത്തിയാണ് കെട്ടിയേക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ അവളെ കിടത്തുമ്പോഴത്തേക്കും അടിയിൽ കട്ടിയുള്ള പുതപ്പോ എന്തെങ്കിലും വിരിച്ചിട്ടാണ് കേട്ടോ കിടത്തുള്ളൂ. എങ്ങാനും കാല് ഇറക്കി വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പം ഈ കറക്റ്റ് ആ കട്ടിലിൻ്റെ നേരെ അതിൻ്റെ ഹുക്കില്ല, അത് തൊട്ട് കെട്ടാനുള്ള സംഭവം ഇല്ല, അല്ലെങ്കിൽ അവിടെ കെട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗ് ഷോർട്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കമൻസ് ഉണ്ടായിരുന്നു, ഒരു സന്തോഷമില്ലാത്ത പോലെ ഫീൽ ചെയ്തു എന്നൊക്കെ. അതിൻ്റെ വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നത് ആ യാത്ര കഴിഞ്ഞ് വന്ന അന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും തളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ചിലപ്പോൾ വോയിസിലത് അങ്ങനെ തോന്നിയതായിരിക്കും, അല്ലാതെ വേറൊന്നുമില്ല. നമ്മൾ ഹാപ്പിയാണ്. പിന്നെ ഇതാ എല്ലാം വിരിച്ച് സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ചായക്ക് കപ്പ പുഴുങ്ങാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. കഴിഞ്ഞ ദിവസം കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുഴച്ചെല്ലാം സാധാ ചെണ്ട മുഴുങ്ങുമല്ലോ, അങ്ങനെ പുഴുങ്ങാമെന്ന് വിചാരിക്കണം. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മുടെ ദേശീയ ഭക്ഷണമാണ് കപ്പ എന്നുള്ളത്. എപ്പോഴും എല്ലും കപ്പയായിട്ടും അല്ലെങ്കിൽ അത് കപ്പ പുഴുക്കായിട്ടും പിന്നെ ചെണ്ട കപ്പയായിട്ടൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. ഇവിടെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഫുഡാണ് കേട്ടോ. എനിക്കങ്ങനെ പണ്ടൊന്നും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഇത് കൂടുതൽ കഴിക്കാൻ തുടങ്ങിയത്. അതിനുമ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ട് കഴിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതേ റൂമൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കും ഉമ്മച്ചി അതുപോലെ തന്നെ ഉമ്മയൊക്കെ കൂടിയിട്ട് കപ്പ പുഴുങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉപ്പാരെടുത്തിരിക്കുന്നതാണ് കേട്ടോ നിധി. അഫി അവിടെ എവിടെയും കണ്ടുണ്ട്, കടയിൽ പോകാൻ മിഠായി വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ 2 പേരും കൂട്ടിയിട്ട് കടയിൽ പോക്കാണ് അവൻ്റെ മെയിൻ പരിപാടി. അവൻ പറയുമ്പോൾ തന്നെ ഓട്ടോ എടുത്തുകൊണ്ട് പൊക്കോളൂ കേട്ടോ. പിന്നെ ഇത് ഇന്നലത്തെ മീൻ കറിയാണ്, മറ്റേ സൂതമീനില്ലേ അത് കറി വെച്ചതായിരുന്നു. അപ്പോൾ അത് ഒന്ന് ചൂടാക്കി എടുത്താണ്. ഈ തലേ ദിവസത്തെ മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അത് കപ്പയൊക്കെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ കാന്താരി ചമ്മന്തിയാക്കി, അതുപോലെ തന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചായ കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. തലേ ദിവസത്തെ മീൻ കറി
കറി ആയതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് ഒന്നുകൂടെ കൂടി. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തുണി അലക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. തുണി അലക്കാന്ന് പറയുമ്പോഴത്തേക്കും കല്ലിൽ അലക്കുന്നൊന്നുമല്ല, വാഷിംഗ് മെഷീനിലാണ്. അങ്ങനെ അതൊക്കെ അലക്കി ഉണക്കാനിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വിരിച്ചിട്ടിട്ട് വേണം അകത്തേക്ക് കയറിപ്പോയി ബാക്കി പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി ഇടണം. പിന്നെ ആദ്യം തന്നെ റൂം ക്ലീൻ ചെയ്തു. പിന്നെ അതേ ഹാളൊക്കെ ഒന്ന് തൂക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നിധിമോളൊക്കെ ഒത്ത് കയറിയിട്ടുണ്ട്. അവൾക്കിങ്ങനെ അവളെ എടുത്ത് വെച്ചുകൊണ്ട് പണി ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മച്ചി ഇടയ്ക്ക് ഇങ്ങനെ അവളെ എടുത്തുകൊണ്ട് അടിച്ചു വരുമൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ തലവട്ടം കാണത്തില്ല കേട്ടോ. ഇപ്പോൾ ആരെടുത്തിരുന്നാലും എന്നെ കാണുമ്പോഴത്തേക്കും അപ്പം തുടങ്ങും കരച്ചില്ല. പിന്നെ ഞാൻ എടുത്തോളണം. പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നതാണ് ഇഷ്ടം കൂടുതലും. ഇരിക്കുന്നവരുടെ കയ്യിൽ പോകത്തേയില്ല, എന്തോരം വിളിച്ചാലും പോവില്ല. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാനൊക്കെ ആൾക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഒരു അറിവായല്ലോ. പിന്നെ ഇവിടെ ഇപ്പോൾ എല്ലാവരുമായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ആദ്യം വന്നപ്പോഴത്തേക്കുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു. ഇപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ എന്താ ഉമ്മച്ചിയാണെങ്കിൽ അവൾക്കുള്ള മറ്റേ ഫുഡ് ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസത്തെ ഷോർട്സിലാണോ വ്ളോഗിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്ത് കുറുക്കാണ് കൊടുക്കുന്നത്, പൊടി എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ബനാന പൗഡറാണ് കേട്ടോ. ഈ ഏത്തക്കായ പൊടിച്ചിട്ടുണ്ടല്ലോ, ആ സംഭവമാണ് കേട്ടോ. അത് കുറുക്കി ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. മറ്റേ റാഗി, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചോറ് ഉടച്ചിട്ട് കൊടുക്കും കേട്ടോ. പിന്നെ പഴം പുഴുങ്ങിയത് ചിലപ്പോൾ കൊടുത്ത് നോക്കാറുണ്ട്. പക്ഷെ ഒന്നും കഴിക്കലൊക്കെ കണക്കാണ്. വായിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ തുപ്പിക്കളയും. അതങ്ങനെയാണല്ലോ. പിന്നെ കുറച്ചെങ്കിലും ഉള്ളിലെത്തിയ കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇത്തിരിയെങ്കിലും ഒന്ന് കഴിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ഡ്രസ്സ് ഇടിപ്പിക്കാൻ കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മളവളിങ്ങനെ പിടിച്ചിരുത്തുന്നതൊന്നും ഇഷ്ടമല്ല. ഇപ്പോൾ ആ ക്യാമറ അവിടെ ഓൺ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് അത്ര നേരമെങ്കിലും ഇരിക്കുന്നത്. അത് നമ്മളിങ്ങനെ പിടിച്ചിരുത്തുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് അപ്പം തന്നെ ഇറങ്ങി ഒന്ന് ഊർന്നൊക്കെ പോയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പക്ഷേ നിലത്തങ്ങനെ വിടാറില്ല കേട്ടോ. കാരണം പാന്തി പോകും. പക്ഷെ ഒരു 2 സ്റ്റെപ്പ് അങ്ങ് വെക്കുമ്പോഴത്തേക്കും ചിലപ്പം തല കുത്തിയിട്ട് ഇങ്ങനെ വീഴും. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു പേടിയാണ്. ടൈലൊക്കെ ഇട്ടേക്കുന്നില്ല. അപ്പോൾ അങ്ങനെ തല ഇടിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്നോർത്ത് അങ്ങനെ നമ്മൾ നിലത്ത് ഇറക്കി വിടാറില്ല. പിന്നെ ഇടയ്ക്ക് വിരിച്ചിട്ടൊക്കെ കിടത്താറുണ്ട്. പിന്നെ ബെഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ആ ഒരു ഗ്രിപ്പ് കിട്ടില്ലല്ലോ, മുമ്പോട്ട് പോകാനുള്ളൊരു ഗ്രിപ്പ് കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ബെഡിൽ കിടത്തിയിട്ടും കാര്യമൊന്നുമില്ല. പക്ഷേ നിലത്ത് ഇറക്കി വിട്ടാൽ ഇതാണ് പ്രശ്നം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ആ പിടിച്ചിരുത്തിയതിൻ്റെ ഒരു ഭാഗമായിട്ട് കിടന്ന് കരയുന്നതാണ്. പിന്നെ അവൾ ഒന്ന് ഫീഡ് ചെയ്തപ്പോൾ തന്നെ ആൾ ഉറങ്ങിപ്പോയി. നേരത്തെ എഴുന്നേറ്റാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉറങ്ങിപ്പോയി. പിന്നെ ജസ്റ്റ് ഞാനെന്നാൽ പിരിവൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നതാണ്. ഉറങ്ങാതെ എന്തായാലും അത് എഴുതൽ നടക്കില്ല. കാരണം മേക്കൊന്നിരിക്കും, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മൊത്തം കരി പിടിച്ച് നാശമായിരിക്കും. അതുകൊണ്ട് ആ പണിക്കാൻ നിൽക്കാറില്ല കേട്ടോ. നന്നായിട്ട് ഉറങ്ങിക്കഴിയുമ്പോൾ മാത്രമാണ് അത് എഴുതി കൊടുക്കാറുള്ളൂ. പിന്നെ ഞാൻ മുമ്പിലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ, ഞാനങ്ങനെ മോൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എന്നും ഈ പിരുകം വരച്ച് കൊടുക്കുക അതൊന്നുമില്ല. ഒരു ഉറങ്ങിയ നല്ലൊരു ഇതിൽ സാഹചര്യത്തിൽ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് അത് ചെയ്യാറുള്ളൂ. അഫീടെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലാ ദിവസവും ഇത് കണ്ണു എഴുതി പിരികും എഴുതി മറ്റു വലിയ പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു അഫീടെ ആ ഒരു ടൈമിൽ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവൾക്ക് അങ്ങനെ എഴുതാറേ ഇല്ല. പിന്നെ അതിൻ്റെ ഒരു ആവശ്യമുണ്ട് എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ തന്നെ പലരും പലതാണ് പറയുന്നത്. ഡോക്ടേഴ്സൊക്കെ പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന്. പക്ഷെ പഴയ ആൾക്കാർ പറയും കണ്ണിന് കറുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ കൺമഷി എഴുതണം എന്നൊക്കെ. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നത് നമുക്ക് മൊത്തം കൺഫ്യൂഷനാണ്. പിന്നെ അതൊന്ന് സെറ്റാക്കിയിട്ട് അവളത് തൊട്ടിൽ കിടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറേ അധികം താഴ്ത്തിയാണ് ആ തൊട്ടിൽ കെട്ടിയിട്ടുള്ളത്. ഇൻ കേസ് അവൾ എണീറ്റാലും താഴത്തേക്ക് വീണാലൊന്നും പറ്റാതെ രീതിയിൽ. പിന്നെ അടിയിലൊരു പുതപ്പും വിരിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സമയമായി. അപ്പോൾ നമ്മൾ ചോറും മത്തങ്ങാക്കറി പിന്നെ അച്ചാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഓംലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ, ഞാനത് എടുക്കാത്തതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സമയമൊക്കെ മുമ്പേസ്തിരുന്നു. പിന്നെ അവിടെ വെയിൽ വന്നപ്പോഴേക്കും അകത്തേക്ക് കയറി വന്നു കേട്ടോ, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അഫിയും വന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടി എന്തൊക്കെയോ പറയുന്നതൊക്കെ ഉണ്ട്. ഇവൾക്കാണെങ്കിൽ അഫി ഇപ്പോൾ ഉറങ്ങിക്കിടക്കാമെന്ന് വെച്ചോ, ഇവൾ പോയിട്ട് തോണ്ടാൻ നിൽക്കും കേട്ടോ. ഉറങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ പോയിട്ട് മുഖത്ത് തൊടും, മൂക്കിൽ തൊടും, അതുപോലെ തന്നെ ചെവിയിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുന്നത് കാണാം. കൈയൊക്കെ പിടിച്ച് നോക്കുന്നതാണ് അവൻ അനങ്ങാതെ കിടക്കുകയാണെങ്കിൽ. അപ്പോൾ ഇപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഉറങ്ങണ പോലെ കിടക്കാം ഉമ്മ, അവളെന്താ ചെയ്യുന്നതെന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും നേരം അവൻ അവളോട് മിണ്ടാൻ പോയിട്ട് അവൾ മൈൻഡ് ചെയ്തില്ല. പക്ഷെ അവൻ ഉറങ്ങിക്കിടക്കാമെന്ന് കണ്ടപ്പോഴത്തേക്കും അവൾ പോയിട്ട് തോണ്ടാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സമയമൊക്കെ നമ്മളിങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. രസമാണ്. ഇപ്പം 2 കുട്ടികളും കൂടി ആയപ്പോഴത്തേക്കും അവരുടെ കളിയും ചിരിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക
പ്രത്യേക രസമാണത്. അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. ഉച്ചയാണല്ലോ, അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് ചെറിയൊരു ഉറക്കം കിട്ടി. പിന്നെ ഇവർ രണ്ടുപേരും ഉറക്കാത്തതുകൊണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും ഉറങ്ങാത്തത് കൊണ്ട് നമുക്കങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം ഉമ്മച്ചി കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ എടുത്തുകൊണ്ട് പോയപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം ഉറങ്ങി. പിന്നെ തുണിയൊക്കെ ഒന്ന് മടക്കി വെച്ചു കേട്ടോ. അങ്ങനെ ഒരു വൈകുന്നേരം ആവാനായപ്പോഴത്തേക്കും നമ്മുടെ മേളിലൊരു കെട്ടിടം പണിയാന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ കുറച്ച് മയിലൊക്കെ വന്നു. അങ്ങനെ അതിനെ ഒന്ന് ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. വലിയ മയിലല്ല കേട്ടോ, ചെറിയ മയിലാണ് വന്നത്. പിന്നെ വൈകുന്നേരമായപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന്. അപ്പം എനിക്കധികം ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. നമുക്ക് മേളിലത്തെ ഒരു വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു. പിന്നെ രാത്രി ചോറുണ്ടില്ല, ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം ഞാനും ഉമ്മയും അതാണ് കഴിച്ചത്. ബാക്കി എല്ലാവരും ചോറാണ് കേട്ടോ കഴിച്ചത്. ഞാനിപ്പം വൈകിട്ട് അങ്ങനെ ചോറ് കഴിക്കൽ വളരെ കുറവാണ്. ചെറിയൊരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴത്തെ ഒരു ഫീഡിങ് ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് ഡയറ്റ് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പോൾ ചെറിയ രീതിയിൽ ഡയറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വൈകിട്ട് അങ്ങനെ ചോറ് കഴിക്കാറില്ല. അപ്പോൾ ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതുണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഇനി കാണുന്നത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 10:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ ആദ്യം തന്നെ ബാങ്കിൽ വന്നേക്കാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം പയ്യന്നൂർക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ബാങ്കിൽ ഇക്കാക്ക് എന്തൊക്കെയോ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ബാങ്കിലേക്ക് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കാറിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നിതിമോൾ ചെറിയൊരു ഉറക്കത്തിലായിരുന്നു. ഇവൻ്റെ ബഹളമൊക്കെ കേട്ടുകൊണ്ട് എഴുന്നേറ്റ് ഇത് എന്താണെന്നുള്ള രീതിയിൽ നോക്കുന്നതാണ് കേട്ടോ. പാട്ട് വെച്ചിട്ട് അഫിയാണെങ്കിൽ ഇങ്ങനെ കൈയും കാലും ഒക്കെ ഇട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇക്ക അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നു. പിന്നെ മോൾക്കാണെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടിട്ടോ, കുറച്ച് സമയം എടുത്തു. ഞാൻ ആദ്യം അവളെ ഒന്നിങ്ങനെ പിടിച്ചുകൊണ്ട് കുറച്ച് കൈ അകലത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവൾ പേടികൊണ്ടാന്ന് തോന്നുന്നു എൻ്റെ ഷാളിനും ഡ്രസ്സിലൊക്കെ മുറുക്കെ പിടിച്ചേക്കുമായിരുന്നു. ഭയങ്കര ഒരു വെപ്രാളമുള്ള പോലെ ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ കുറച്ചങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആൾ കരയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആകെ ഒരു ഇപ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതായി. കാരണം അവൾക്കൊരു പേടിയുള്ള പോലെ തോന്നി. പിന്നെ ഒരു ചെറിയ കസേര ഉണ്ടായിരുന്നു, അവിടെ ഇരുത്തിയപ്പോഴേക്കും കരച്ചിലങ്ങ് കൂടി കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് അവളെ അവിടെ ഇരുത്തിയിട്ട് അങ്ങനെ അങ്ങ് മാറാനും പറ്റില്ല. കാരണം ചിലപ്പം മുന്നോട്ട് വന്ന് വീണാലോ എന്നൊരു പേടി. അങ്ങനെ അവളെ ഇരുത്തിയിട്ട് ഇക്കാണെങ്കിൽ കുറച്ച് സൈഡിലേക്ക് നിന്നു. അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ എന്നാലും. അപ്പോൾ അഫിയാണെങ്കിൽ അവളെ ഇങ്ങനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചൊരു ഫോട്ടോ എടുത്തതാണ്. ഈ അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് മതി എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ അപ്പം തന്നെ കുറച്ച് സമയം എടുത്തായിരുന്നു അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും ഫോട്ടോ അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫോട്ടോ. ഞാനതിൻ്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അവൾ കൈയിട്ട് തട്ടുന്നതാണ്. അപ്പം നിതിമോളുടെ ആദ്യത്തെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അങ്ങനെ പിന്നെ അതും എടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ പയ്യന്നൂർക്ക് പോവാണ് കേട്ടോ. Hi dears, welcome back to our channel. തുടക്കമല്ല ഇത്, തുടക്കമല്ല ഇല്ല കുറച്ചെടുത്ത് വന്നു. ഇന്നലത്തെയൊക്കെ എടുത്തായിരുന്നു ഒറ്റ വ്ളോഗായിട്ട്. എന്നോട് പറഞ്ഞു ഇങ്ങനെ വ്ളോഗ് ഉണ്ട് ഇക്കാന്റെ തേൻമൊഴി ഒരു 1-2 വാക്ക് റിക്വസ്റ്റ്. പിന്നെ എന്തുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലേ? കഴിഞ്ഞ വ്ളോഗ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന വ്ളോഗ് ഒരു 2-3 ദിവസത്തെ കൂട്ടിച്ചേർത്ത് ഇട്ടതായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇക്ക എന്തുകൊണ്ടാണ് വന്നത് അങ്ങനെയുള്ള ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളൊരു വ്ളോഗായിരുന്നു. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഗൾഫിന് പോയില്ലായിരുന്നോ, ഇവിടെ ഉണ്ടായിരുന്നോ, പിന്നെ എന്താ പെട്ടെന്ന് വന്നേ, അങ്ങനെ കുറേ കമൻസ് ഉണ്ടായിരുന്നു. പിന്നെന്താ ഞാനെന്താണ് ഇക്ക വരുന്നതിന് മുമ്പ് ഇങ്ങോട്ടേക്ക് എത്താൻ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. സമാധാനത്തോടെ ഞാൻ ജീവിക്കുന്ന ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. വെറുതെ പറഞ്ഞ കേട്ടോ, 2 ദിവസം എങ്കിൽ 2 ദിവസം ഫ്രീ ആയിട്ട് നടക്കും. 2 ദിവസം ഫ്രണ്ട്സിന്റെ കൂടെ നടക്കട്ടെ എന്ന് ഓർത്തു. അത്രയൊക്കെ സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്താൽ മതിയല്ലോ. അതന്നെ ഒരു അത് വിട, അത് പറഞ്ഞിട്ടുണ്ട് കൊറേ പറയണ്ട്. അതെ ഉടക്കും. നമ്മള് തമ്മിൽ എപ്പോഴും പ്രശ്നമാണ് ഒരേ ഒരു സംഗതി. അത് ഞാൻ ഇക്കാട് പറഞ്ഞത് ഇക്കാക്കും, ഇക്ക എന്നോട് പറയണത് എനിക്ക് ഈ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല, മനസ്സിലാവുകയില്ല.
എങ്ങനെ ആയാലും മനസ്സിലാവില്ല. അപ്പൊ ഞാൻ വന്നതിന്റെ കാര്യമല്ലേ, വന്ന മെയിനായിട്ട് വീട് മാറുന്ന ഒരു വിഷയമുണ്ട്. അത് ഞങ്ങള് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായി പോയി. ഒരു കൊല്ലം കൂടെ റിന്യൂവൽ ചെയ്ത് കിട്ടുന്ന വിചാരിച്ചു, പക്ഷെ അത് കിട്ടിയില്ല. അതപ്പോ ഞാൻ അവിടെ എത്തിക്കഴിയുമ്പോൾ അത് അറിയുന്നത്. അപ്പൊ എന്തായിട്ടും ഞാൻ ഇല്ലാണ്ട് ആ ഒരു ഷിഫ്റ്റിങ് ഇച്ചിരി പാടാണ്. അതുകൊണ്ടാണ് വന്ന് ചെയ്ത് കൊടുത്തിട്ട് പോവാന്ന് തോന്നി. പിന്നെ രണ്ടാമത്തെ കാര്യം പിന്നെ അതിനോടൊപ്പം പിന്നെ അനുബന്ധിച്ച് 1-2 വന്നു. ഒരു ആലപ്പുഴയിൽ ചെറിയൊരു പരിപാടി തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ നവംബറിലേക്ക് അതിന് മീറ്റിംഗ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടിങ്ങിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ നവംബറിൽ അത് നമ്മൾ മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അതിനോടൊപ്പം ചെയ്യണം. പിന്നെ അത് ഇനി അല്ലെങ്കിൽ അടുത്ത കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടേ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സീസൺ അല്ലേ, എന്തായാലും ചെയ്യാം വരുന്നതല്ലേ. പിന്നെ വിസ റിന്യൂവലായി, പാസ്പോർട്ട് റിന്യൂവലായി. അപ്പോൾ അത് പിന്നെ പ്രശ്നമില്ല. അത് അവിടെ നിന്ന് 2 കേസ് അവിടെ നിന്ന് ചെയ്യാം. അപ്പോൾ ഇതിനോടൊപ്പം അത് ചെയ്യാമെന്ന്. അപ്പോൾ ഇതിപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പയ്യന്നൂരേക്ക് പോവാം. നമ്മൾ ചീമേനി വഴി വന്ന് വെള്ളരിക്കൊണ്ട് ചീമേനി കുന്നുകൈ വഴി വന്നിട്ട് കാങ്കോൽ വഴി പയ്യന്നൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് പിന്നെ നിധിമോക്കും കൂടെ ഒന്ന് പാസ്പോർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാല് ഞങ്ങള് 3 പേരെ ഇക്ക ദുബായിക്ക് പോകുമ്പോ കൊണ്ടുപോകാന്നാണ് അതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായി. ഇപ്പൊ ഒരു 10 കൊല്ലത്തെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടെങ്കിലുള്ള എന്നുള്ള ഒരു ഞങ്ങൾ എന്തായാലും പോവാണ്. പാസ്പോർട്ട് എനിക്ക് എന്തായാലും പോകണം. അപ്പൊ കൊച്ചിന് അങ്ങനെ ഒരു ഡേറ്റ് ആക്കും കിട്ടിയാന്ന്. പിന്നെ നിധിമോക്കും കൂടെ എടുത്തു വെക്കാന്ന് വിചാരിച്ചു. വേറെ ഒന്നിനും അല്ല കേട്ടോ, ആ ഒരു പ്രതീക്ഷയും വേണ്ട. കൊച്ചു ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത് പാസ്പോർട്ട് എടുക്കല്ലേ, പാസ്പോർട്ട് എടുക്കല്ലേ. ഞാനും ഈയിടെ ചോദിച്ചു എന്തിനാ പാസ്പോർട്ട്. പിന്നെ ഞാൻ നോക്കുമ്പോ ഇനി എന്തെങ്കിലും ഇൻ കേസ് 1% പോലും സാധ്യത ഇല്ലെങ്കിലും ഇൻ കേസ് ഇനി അങ്ങോട്ടേക്ക് വരാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ പിന്നെ ആ സമയത്ത് ഓടി നടക്കണ്ടല്ലോ. ഇപ്പൊ എന്റെ പോക്കിൽ ഒരാളിന് 3:15 ഒരാളിന് 3 മണിയാന്ന് സമയം കിട്ടിയിട്ടില്ല. പിന്നെ അത് അങ്ങനെ അതിന്റെ രീതിക്ക് അങ്ങ് നടന്നു പോയി. ആരാ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവര് ദുബായിക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടായിരിക്കും ഇപ്പൊ വന്നേന്ന്. അതൊന്നും സത്യമായിരുന്നെങ്കിൽ അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ ചോദിക്കട്ടെ. ഇനിയും മതിയായില്ല അല്ലേ. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്നൊന്ന് വന്നതാണ്. അത്ര ദിവസമുള്ളൂ, ഒരു 10-15-20 ദിവസം കൊണ്ട് കയറി പോകണമെന്നാണ് വിചാരിക്കുന്നത്. പോയേ പറ്റുള്ളൂ. പിന്നെ വേറെന്താ എല്ലാവരും വിശേഷങ്ങൾ? പിന്നെ ഇതൊക്കെ വന്നതിന് മുമ്പ് ഞാൻ വരാത്തത് അഫിക്ക് എക്സാം ആയിരുന്നു, വെള്ളിയാഴ്ചയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് എന്റെ കാര്യങ്ങൾ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, വണ്ടിയൊക്കെ ഓടുന്നതല്ല. അപ്പൊ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സമാധാനത്തില് പിന്നെ ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കേസ്. ഞാൻ എന്തായാലും വരുമ്പോ എനിക്ക് എറണാകുളം പോകേണ്ട ആവശ്യമുണ്ട്, ആലപ്പുഴ പോകേണ്ട ആവശ്യമുണ്ട്, ചിലപ്പോൾ തിരുവനന്തപുരം പോകേണ്ട ഒരു ആവശ്യം വരാൻ സാധ്യതയുണ്ട്. ആ ഒരു ആവശ്യമുണ്ട്. പറഞ്ഞിട്ടില്ല, ചോദിച്ചുകൊണ്ടിരിക്കുന്നോണ്ട് പിന്നെ അതപ്പോഴാ കൊടുക്കില്ല. അപ്പൊ പിന്നെ പറയാതിരിക്കുന്നതിന് നല്ലത്. അല്ല, ഒരുമിച്ചല്ലേ പോണേ? അത് തന്നെയാ. ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച്. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ എന്തായാലും വണ്ടി കയ്യിൽ വേണം. വണ്ടി ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഇത്രയും ദൂരം വണ്ടി എടുത്തിട്ട് പോവാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. ഇവിടുന്ന് ഞാൻ തൊടുപുഴ വരെ ഒറ്റക്ക് പോകണ്ടേ. അപ്പൊ ഉമ്മ പറഞ്ഞു അങ്ങനെ എന്തിനാ. അപ്പൊ അജ്മീറും ഇല്ല, അവനും തിരക്കിലാണ്. അപ്പൊ പറഞ്ഞു പിന്നെ അവര് വന്നിട്ട് അവരുടെ കൂടെ അങ്ങ് പോയാൽ മതിയല്ലോ, അതെല്ലാം നല്ലതെന്ന് പറഞ്ഞു. പിന്നെ കുറച്ചായാലും വരാതെ, ഓണത്തിന് വരാൻ വേണ്ടിട്ടിരുന്ന നടന്നില്ല. അങ്ങനെ പിന്നെ വന്നതാണ്. അല്ലാതെ ഇക്ക വരുമ്പോഴത്തേക്ക് ഞാനിവിടെ കാണണം അങ്ങനത്തെ ഫോർമാലിറ്റി ഒന്നും നമ്മൾ നോക്കാറില്ല. ഒരിക്കലും ഇല്ല. എനിക്കൊന്ന് ആകെ ഒരു പ്രാവശ്യം, അത് മറ്റേ അബോർഷൻ കഴിഞ്ഞ ആ സമയത്ത് വന്നപ്പോ മാത്രം അപ്പൊ ഞാൻ അവിടെയായിരുന്നു, ഇവിടെയായിരുന്നു. ആ ഒരു ഒറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ ഉണ്ടായിട്ടുള്ളൂ, അല്ലാത്തപ്പോൾ ഒരിക്കലും. വേറൊരു പ്രാവശ്യം കാസർഗോഡ് ഉണ്ടായിരുന്നു. കാസർഗോഡ് ഉണ്ടാവുമ്പോ ഞാൻ നേരെ നെടുമ്പാശ്ശേരി ഇറങ്ങി. അത് വലിയ മരിച്ചിട്ടാകുമ്പോ ഞാൻ അപ്പൊ ഇക്ക അവിടെ, ഞാനിവിടെ ഇക്ക അവിടെ ഇറങ്ങി അവിടത്തെ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് വന്ന്. പിന്നെ വേറെന്നുണ്ട്, ഞങ്ങള് സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പറയാൻ 100,000 വിശേഷങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്.
പിന്നെ നല്ല കമന്റ് ഇടുന്നവർക്കും മോശം കമന്റ് ഇടുന്നവർക്കും എല്ലാത്തിനും നന്ദി. നമ്മള് മോശം കമന്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, അവരവരുടെ ഇഷ്ടമല്ലേ ഇടട്ടെ. അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ അവനവന്റെ കാര്യങ്ങൾ അവനവനല്ലേ അറിയുള്ളൂ. ആദ്യമൊക്കെ ആയിരുന്നു ഒരു വിഷമം, നമുക്ക് ആദ്യമായിട്ട് ഇത് വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ എന്നൊരു സംഭവം. ഇപ്പൊ പിന്നെ ഓരോ പോക്ക് പോകുമ്പോഴും വിചാരിക്കും പരമാവധി നിന്നിട്ട് ഇതോടെ പരിപാടി നിർത്തിയിട്ട് വിചാരിക്കും. പക്ഷെ അത് തന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇച്ചിരി പാട് പിടിച്ചൊരു വരവാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ, വന്നല്ലേ പറ്റുള്ളൂ. നമുക്ക് വരേണ്ട ആവശ്യം വരുമ്പോൾ വന്നല്ലേ പറ്റുള്ളൂ. പിന്നെ അതിന് ആ രീതിയിൽ കണ്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് എത്താൻ പറ്റുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. അത് തന്നെ എത്രയോ പേരല്ലേ ഡെലിവറിക്ക് പോലും ഒന്നും വരാൻ പറ്റാത്ത എത്ര അതൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടുന്നവര്. പിന്നെ അപ്പൊ വരുന്നതും വലിയ ബുദ്ധിമുട്ടാണ് നമ്മളെല്ലാം സംബന്ധിച്ച്. അതിന്റെ ഒരു ബാധ്യത തീർക്കണമെങ്കിൽ നല്ല പണിയുണ്ട്. രണ്ടുപേർക്കും ഒരേ ദിവസം കിട്ടും. അത് ഒരേ സമയത്ത് ബുക്ക് ചെയ്തോണ്ടാവും. ഒരാൾക്ക് 3 മണി, ഒരാൾ 3. പിന്നെ കൊച്ചിന്റെ അധികം നോക്കാനുണ്ടാവില്ലായിരിക്കും. പെട്ടെന്ന് കഴിയായിരിക്കും കാര്യങ്ങള്. പാസ്പോർട്ട് ഓഫീസിലല്ലേ പെട്ടെന്ന് ഇതാവും. അഫിക്ക് 1 വയസ്സ് കഴിഞ്ഞപ്പോഴല്ലേ എടുത്ത നമ്മള്. അഫിക്ക് 1 വയസ്സ് അഫിയുടെയും പെട്ടെന്ന് കിട്ടി. അവന്റെ സിംഗിൾ പെട്ടെന്ന് കിട്ടി. നമ്മുടെ എന്റെ അഫിയുടെ ഒരുമിച്ച് എടുത്ത അങ്ങനെ എടുത്ത് എന്റെ പാസ്പോർട്ട് വെച്ചിട്ട് അങ്ങനെ എന്തോ അങ്ങനെ എടുക്കുകയത്. പിന്നെന്താ വേറെ വ്ളോഗൊക്കെ ഇടല് കുറവാണ്. ഷോർട്സ് ആണ് മെയിൻ ആയിട്ട്. ഇത് പ്രോപ്പർ ആയിട്ട് ഒരു വ്ളോഗ് ഇട്ടിട്ട് പ്രത്യേകിച്ച് വേറെ കണ്ടന്റോ കാര്യങ്ങളോ ഇല്ലാതെ എന്തിനാ വെറുതെ. ഒന്നാമത് പുറത്തും പോകുന്നില്ല. ഇപ്പൊ ഇക്ക വരുമ്പോഴൊക്കെയല്ലേ നമ്മൾ അങ്ങനെ പുറത്തേക്കൊക്കെ പോകാറുള്ളൂ. പിന്നെ ട്രാവൽ ബ്ലോഗിനും എല്ലാവർക്കും വലിയ താല്പര്യം. ട്രാവൽ ബ്ലോഗിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ വരുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ട്രാവൽ ബ്ലോഗ് എടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എല്ലാവരും അതും വലിയ താല്പര്യം കാണിക്കാറില്ല. പിന്നെ അതുകൊണ്ടാണ് പിന്നെ അതങ്ങനെ എടുത്തിടാത്തത്. നമ്മൾ ഏകദേശം ഒരു 2:30 ആയപ്പോഴാണ് കേട്ടോ പാസ്പോർട്ട് ഓഫീസിലെത്തിയത്. ഇക്കാക്ക് 3 മണിക്കും മോൾക്ക് 3:30 ആയിരുന്നു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 മണി ആയപ്പോഴത്തേക്കും നമ്മൾ ഉള്ളിൽ കയറി. പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ കുറച്ച് സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതെല്ലാം എടുത്തുകൊണ്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറി പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം സ്പീഡപ്പിൽ കഴിഞ്ഞു. അങ്ങനെ വെരിഫിക്കേഷനൊക്കെ പൂർത്തിയാക്കി ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന വഴിയല്ല, തിരിച്ച് കാഞ്ഞങ്ങാട് വഴി തന്നെയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ കാഞ്ഞങ്ങാട് എത്തി ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ ബസ് അവിടെ വന്നു. അങ്ങനെ പിന്നെ നമ്മൾ ബസ്സൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നതാണ്. ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഫി അത് എവിടെയാണെന്നൊക്കെ വാപ്പിയുടെ അടുത്ത് ചോദിക്കുന്നതാണ്. അങ്ങനെ അവന് കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അതാണോ എന്നൊക്കെ, വൈറ്റ് കളറിൽ കാണുന്നതാണോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കാണിച്ചിട്ട് തരാം. അവൻ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം നമ്മളാണെങ്കിലും വന്നതിന് ശേഷം ബസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ആ ബസ്സിന് പുറകെ തന്നെ വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ അങ്ങനെ എടുത്താണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 7:30-7:45 ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.